மை காட், என்ன ராகுல் சார் என்ன பண்ணிருக்கீங்க? மைண்ட் ப்ளோயிங், சூப்பர், ஒன் ஆஃப் இஸ் கைண்ட். സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിവിടെ റോഷൻ കുറച്ച് എനർജി കൂടിയ പോലെ തോന്നുന്നുണ്ടല്ലേ. സ്പൈഡർമാനെ പറ്റിയല്ലേ പറയാതിരിക്കുന്നത്, കുറച്ച് എനർജി കൂടാതിരിക്കുന്നത് എങ്ങനെ? ഫൈനലി നമ്മളെല്ലാവരും ഇന്ന് വരും നാളെ വരും മറ്റന്നാൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന ആ ഒരു സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ആയിട്ട് ടീസർ ട്രെയിലർ വന്നിട്ടുണ്ട്. വെടിച്ചില്ല സാധനം തന്നെ പറയേണ്ടി വരും. ട്രെയിലറിൻ്റെ ആ ഒരു തുടക്കം തൊട്ട് അവസാനം വരെ എൻജോയ് ചെയ്താണ് കണ്ടു തീർത്തത്. ഒരു വോൾസം ഫീൽ തന്നെ. ആ ഒരു അവസാനം ആ ഒരു MJ വന്നിട്ട് ഫ്രണ്ട്ലി നെയ്ബർഹുഡ് എന്ന് പറഞ്ഞ് നമ്മുടെ പീറ്ററെ നോക്കി പറയുന്ന ആ ഒരു സീക്വൻസ് വരെ ലിറ്ററലി ഗൂസ് ബംസ് ആയിരുന്നു. ട്രെയിലർ ഇറങ്ങിയത് 18-ാം തീയതി ആണെങ്കിലും വെടിക്കെട്ട് നേരത്തെ സോണി തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ട്രെയിലറിന്റെ പല ഭാഗങ്ങൾ ഓരോ സെക്കൻഡ് വീതം പല ഫാൻസിന്റെ കൈ കൊടുത്തിട്ട് പല സമയങ്ങളിലായിട്ട് അങ്ങ് പരവി വിട്ടേക്കുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ മൊത്തം. എനിക്ക് പേഴ്സണലി ഈ ഒരു സ്ട്രാറ്റജി അത്ര കണ്ടങ്ങ് വർക്കായില്ല. മാർവൽ ഡൂംസ്ഡേയുടെ പേരിൽ 4 ട്രെയിലർ ഇറക്കി വിട്ടത് കണ്ടിട്ട് അതുപോലെ അങ്ങ് പിടിച്ചു വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു. ബട്ട് അത് 4 ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇത് ഒരു ട്രെയിലറിന് തന്നെ വീണ്ടും ഇങ്ങനെ കട്ട് ചെയ്ത് ഇറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി എത്ര വർക്കായില്ല. ഒഫീഷ്യലായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഫ്രഷ്നസോട് കൂടി കാണേണ്ട കുറേ സീക്വൻസുകൾ ഇങ്ങനെ നേരത്തെ സ്പോയിൽ ചെയ്ത പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആദ്യമായിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഡോപ്പമിൻ എഫക്റ്റ് ചെറുതായിട്ട് ഈ ഒരു സ്ട്രാറ്റജി കൂടെ മിസ്സായ പോലെയും തോന്നി. നിങ്ങൾക്ക് എന്ത് തോന്നി എന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, നമുക്ക് മെയിൻ പരിപാടിയിലോട്ട് കിടക്കാം. എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്, പടത്തിൽ എന്തൊക്കെ പ്രതീക്ഷിക്കുക എന്നുള്ളൊരു കാര്യത്തെ പറ്റിയൊക്കെ തന്നെയായിരിക്കും മെയിനായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട്. വലിയൊരു ബിൽഡിങ്ങിന് മണ്ടക്കിരുന്നുണ്ട് MJനെയും നെഡിനെയും ഇൻസ്റ്റയിൽ കൂടെ സ്റ്റോക്ക് ചെയ്യുന്ന പീറ്റർ പാർക്കറിനെ കാണിച്ചുകൊണ്ടാണ് ട്രെയിലർ തുടങ്ങുന്നത്. എവിടെ കിട്ടൂടാ ഇത്രയ്ക്കധികം റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ അല്ലേ. നമ്മളൊക്കെ ചെയ്ത കാര്യം അതേപോലെ ഞങ്ങൾ അച്ചടിച്ച് വെച്ചേക്കുവാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പുള്ളി അത്രയ്ക്ക് അങ്ങോട്ട് ഹാപ്പി അല്ല. തൻ്റെ ഗേൾ ഫ്രണ്ടും ഹാപ്പിയാണെന്ന് അറിഞ്ഞിട്ട് പോലും പുള്ളിക്ക് അവരുടെ കൂടെ മിങ്കിൾ ചെയ്യാൻ പറ്റാത്തതിലുള്ള ആ ഒരു സങ്കടം പുള്ളിയുടെ മുഖത്ത് കാണാം. പീറ്റർ പാർക്കറിന്റെ മുഖത്ത് കൃത്യമായിട്ട് എവിഡന്റ് ആയിട്ട് തന്നെ കാണാം. സോ ഓൾറെഡി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രാൻഡ് ന്യൂയുടെ പടത്തിൽ ഈ നോവേ ഹോമിൽ ഇവന്റ്സ് കഴിഞ്ഞതിന് ശേഷം 4 കൊല്ലത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ്. ആ ഒരു 4 വർഷത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ ഒരു മോണ്ടാജ് പോലെ പെട്ടെന്ന് കടന്നു പോകുന്നതാണ് അറിയാൻ കഴിയുന്നത്. സോ ഇത് മിക്കവാറും പീറ്റർ പാർക്കറിന്റെ ആ ഒരു മൂവ് ഓൺ ചെയ്യാനുള്ള സ്ട്രഗിൾസ് ഒക്കെ കാണിക്കുന്ന സീക്വൻസിന്റെ ഒരു ഭാഗമായിരിക്കണം. ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മോണ്ടാജ് സീക്വൻസിന്റെ തുടക്കമായിരിക്കണം. നെഡിനെയും MJനെയും നോക്കിയിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അകലെയായിട്ട് സൈറൻ മുഴങ്ങുന്ന ആ ഒരു സൗണ്ട് കേട്ടിട്ട് പുള്ളി വീണ്ടും സ്പൈഡർമാനായിട്ട് അവിടെ നിന്ന് പോകുന്ന രീതിയിലുള്ള ആ ഒരു സീക്വൻസ് ഒക്കെ ബ്യൂട്ടി എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. ആൻഡ് മോർ ഓവർ ഡസ്റ്റിൻ ഡാനിയൽ ക്രട്ടൻ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു സ്പൈഡർമാന്റെ സ്വിംഗിങ് സീക്വൻസ് ഒക്കെ ഒരു വെറൈറ്റി പിടിച്ചിട്ടുണ്ടെന്ന്. ആൻഡ് ആ വെറൈറ്റി എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി. സ്പൈഡർമാന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു സ്വിംഗിങ് ആണ്. ഇപ്പോൾ പലതരത്തിൽ ട്രാവൽ ചെയ്യുന്ന സൂപ്പർ ഹീറോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്പീഡിൽ പോകുന്ന സൂപ്പർ ഹീറോസ്, പോർട്ടലുകൾ വഴി ട്രാവൽ ചെയ്യുന്ന സൂപ്പർ ഹീറോസ്, പറക്കുന്ന സൂപ്പർ ഹീറോസ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒരുപാടുണ്ട്. ബട്ട് ഇതുവരെ ആ ഒരു സ്പൈഡർമാൻ്റെ സ്വിംഗിങ്ങിനുള്ള ആ ഒരു ഐഡന്റിറ്റി എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഒരു MCU പടം വന്നിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ടോബി മെഗറിൻ്റെ ഒരു സ്പൈഡർമാൻ്റെ ഒരു സ്വിംഗിങ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്വിംഗിങ്ങിന് ഒരു ലൈഫ് ഉള്ള പോലെ നമുക്ക് തോന്നും. ന്യൂയോർക്ക് സിറ്റിയുടെ ആ ഒരു യമണ്ട ബിൽഡിങ്ങുകളുടെ ഇടയിൽ കൂടെ മച്ചാൻ ഇങ്ങനെ വലവിട്ട് വരുന്നത് കാണാൻ തന്നെ ഒരു എടുപ്പാണ്. ബട്ട് അത്തരത്തിലുള്ള ഒരു സ്വിംഗിങ് ഇതുവരെ നമ്മുടെ ടോം ഹോളൻഡ് സ്പൈഡർമാന് കിട്ടിയിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും. പുള്ളി ഭയങ്കര ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്പൈഡർമാൻ ആയിട്ടാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. ആ ഒരു കുറവ് എന്തായാലും ഇതിൽ നികത്തിയ പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ആ ഒരു സ്വിംഗ് ചെയ്ത് വരുന്ന സീക്വൻസിൽ ആ പുറകിലുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബിൽഡിങ്സ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന വിധം മൊത്തത്തിൽ ആ ഒരു സ്വിംഗിങ്ങിന് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലൈഫ് ഉള്ള പോലെ എനിക്ക് തോന്നി. ആൻഡ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാവും മൊത്തത്തിലൊരു ഡാർക്ക് മയമാണ്. ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള MCUലെ സ്പൈഡർമാൻ പടങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു വൈബ്രന്റ് ആയിട്ടുള്ള മൊത്തത്തിലൊരു എൻജോയബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് അത് നടക്കുക. ബട്ട് ഇവിടെ അത് കുറച്ച് ഡാർക്കാണ്. സോ ഇവിടെ പീറ്റർ പാർക്കർ മൊത്തം ഒരു അലോൺ അവസ്ഥയിലാണല്ലോ. പുള്ളിക്കും ചുറ്റും ആരും ഇല്ല എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആളുടെ ആ ഒരു മാനസികാവസ്ഥ കൂടി പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ പടത്തിന് മൊത്തം ഒരു കളർ ടോൺ അങ്ങനെ ആക്കിയത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത്. അതിനുശേഷം നോവേ ഹോമിന്റെ എൻഡിങ്ങിൽ ആ ഒരു MJ വർക്ക് ചെയ്യുന്ന ആ ഒരു കോഫി ഷോപ്പിൽ വന്നിരിക്കുന്ന പീറ്റർ പാർക്കർ കാണിക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പീറ്റർ പാർക്കറിന്റെ സൈഡിലായിട്ട് ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, നോ ക്രെഡിറ്റ്സ് ഗിവൻ എന്ന് പറഞ്ഞിട്ട്. സാധാരണ എല്ലാ ഹോട്ടലുകളിലും എഴുതി വെക്കുന്ന കടം പറയരുതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡാണ് അതെന്നാൽ പോലും പീറ്റർ പാർക്കറിനെ കാണിച്ചുകൊണ്ട് സൈഡിൽ ആ ഒരു നോ ക്രെഡിറ്റ്സ് ഗിവൻ എന്ന് വെച്ചത് നൈസ് ഒരു ടച്ച് ആയിട്ട് തോന്നി. നോവേ ഹോമിൽ പുള്ളികൾ നടത്തിയിട്ടുള്ള ആ ഒരു വലിയ സാക്രിഫൈസിന് ഒരു ക്രെഡിറ്റും ഇല്ല എന്നുള്ള രീതിക്ക് അത് നൈസ് ടച്ച് ആയിരുന്നു അത്. ആൻഡ് അതിനുശേഷം കീ ടു ദ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവാർഡ് ഏറ്റുവാങ്ങുന്ന സ്പൈഡർമാനാണ് കാണിക്കുന്നത്. ഇതാണ് കുറച്ചധികം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സീക്വൻസ്. കാരണം ഇപ്പോൾ ന്യൂയോർക്കിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജിലാൻറ്റീസിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം വേറെ ആരുമല്ല, മേയർ കിങ് പിൻ തന്നെ വിജിലാൻറ്റീസിനെ എവിടെ കണ്ടാലും വെടിവെച്ചോ എന്നുള്ള രീതിക്കുള്ള ഒരു അനൗൺസ്മെന്റ് പരിപാടികളൊക്കെയാണ് പുള്ളി നടത്തിയിട്ടുള്ളത്. സോ ഈ ഒരു സീക്വൻസ് എന്തായാലും പ്രസന്റ് നടക്കുന്ന ഒരു കാര്യമായിരിക്കാൻ വഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മുമ്പത്തെ സീക്വൻസുകൾ കാണിക്കുന്ന ആ ഒരു മോണ്ടാജ് സീക്വൻസിൽ വരുന്ന ഒരു സീക്വൻസ് ആയിരിക്കണം. അതിനുശേഷം ഒരു പാർട്ടിയാണ് കാണിക്കുന്നത്. അതൊരു ഹൗസ് ഫാമിംഗ് പാർട്ടിയാണെന്നുള്ള രീതിക്കാണ് ട്രെയിലറിന്റെ അവസാനമുള്ള ആ ഒരു സീക്വൻസ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ആ ഒരു പാർട്ടിയിൽ നമ്മുടെ MJ വേറൊരു പയ്യന്റെ കൂടെ സെറ്റായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് കണ്ടിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന പീറ്റർ പാർക്കറിനെ കാണിക്കുന്നുണ്ട്. അപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഒരു വോയിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈഡർമാൻ എന്ന നിലയ്ക്ക് ഞാൻ എടുക്കുന്ന ചില തീരുമാനങ്ങൾ പീറ്റർ പാർക്കറിന് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല എന്നുള്ള രീതിക്കുള്ള ഒരു വോയിസ് ആണ്. എന്നാ ഒരു ഡയലോഗ്. ആ ഒരൊറ്റ ഡയലോഗിൽ തന്നെ മൊത്തം പടത്തിന്റെ ആ ഒരു മെസ്സേജും കൺവേ ആയിട്ടുണ്ട്. അതായത് പീറ്റർ പാർക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡന്റിറ്റിനെ മറച്ചു വെക്കാനൊന്നും ഇല്ല. പീറ്റർ പാർക്കറിനെ നോക്കാനും പിടിക്കാനായിട്ട് ആരുമില്ല. സോ അതുകൊണ്ട് തന്നെ കൂടുതലും സ്പൈഡർമാൻ ആണ് ഇതിൽ ഫോക്കസിൽ വരാൻ പോകുന്നത്. അങ്ങനെ കൂടുതൽ സമയം ആ ഒരു സ്പൈഡർമാൻ ഐഡന്റിറ്റിയിൽ ചുറ്റിത്തിരിയുന്ന
വന്നുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നത്തെയാണ് അടുത്തൊരു സീക്വൻസിൽ കൃത്യമായിട്ട് കാണിക്കുന്നത്. പീറ്റർ പാർക്കർ തല ഇറങ്ങി അങ്ങ് വീഴുവാണ് മച്ചാൻ. അതേ കേസ് ലീക്കുകൾ സത്യമാണ്. സ്പൈഡർമാൻ ഇതിലൊരു മ്യൂട്ടേഷൻ പ്രോസസ്സിന് വിധേയനാവും എന്നുള്ള രീതിയിൽ ലീക്കുകളും പരിപാടികളൊക്കെ മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശരിവെക്കുന്ന രീതിയിലുള്ള കുറച്ച് സീക്വൻസുകളാണ് ഇതിന് ശേഷം വരുന്നത്. പുള്ളി ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് സീക്വൻസുകൾ കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു വെള്ളത്തുള്ളി ഇങ്ങനെ വെള്ളത്തിൽ വീഴുമ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് പോലും താങ്ങാനാവാത്ത രീതിയിൽ കട്ട് ചെയ്തിട്ട് സ്പൈഡർമാൻ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന രീതിയിലുള്ള സീക്വൻസ് കാണിക്കുന്നുണ്ട്. ആൻഡ് ആ ഒരു ജീൻ മ്യൂട്ടേഷൻ്റെ പീക്ക് കാണിച്ചുകൊണ്ട് സ്പൈഡർമാൻ ഞാൻ നേരത്തെ ഒരു ലീക്കിൽ പറഞ്ഞതുപോലെ ആ ഒരു കൊക്കൂൺ പോലെ ആ ഒരു സ്പൈഡർ വാലയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചുരണ്ടി പുറത്തോട്ട് വരുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് കൂടെ കാണിക്കുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു സീക്വൻസ് ഒക്കെ ഞാൻ ഈ ഒരു ട്രെയിലറിൽ തന്നെ ഡിസ്ക്ലോസ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ബട്ട് കുഴപ്പമില്ല, കാണാൻ രസമുണ്ട്. ആൻഡ് അതിനുള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്ന പീറ്റർ പാർക്കർ മനസ്സിലാക്കുന്നത് തൻ്റെ കയ്യിൽ വെബ് ഷൂട്ടർ ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. നേരെ താഴോട്ട് വീഴാൻ പോകുന്നു. എന്നാൽ താഴെ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഓർഗാനിക് വെബ് വരുന്ന രീതിയിലും കാണിച്ചിട്ടുണ്ട്. യെസ് ഗൈസ്, അങ്ങനെ ടോബി മെഗീറിന് ശേഷം നമ്മുടെ ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാനും ഓർഗാനിക് വെബ് കിട്ടാൻ പോവാണ്. അതിന്റെ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു പീറ്റർ പാർക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡന്റിറ്റിയെ ഒതുക്കി വെച്ചുകൊണ്ട് ഫുള്ളായിട്ട് ഈ ഒരു സ്പൈഡർമാൻ എന്നുള്ള രീതിക്ക് തന്നെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് പുള്ളിയുടെ ആ ഒരു ജീൻസിൽ ചെറിയൊരു മ്യൂട്ടേഷൻ ഒക്കെ ഉണ്ടാവുന്നതും അതിനുശേഷം ഇത്തരത്തിൽ തന്റെ ഫിസിക്കലായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് വരുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് ആണ് അത്. സ്പൈഡർമാൻ 2 ടോബി മെഗീറിന് ഇതുപോലെ സ്ട്രെസ് വരുന്ന സമയത്ത് ആ ഒരു ഓർഗാനിക് വെബ് വിടാനുള്ള ഒരു കഴിവ് നഷ്ടമാവുന്ന രീതിയിലായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. ആൻഡ് നേരെ തിരിച്ച് ഉൾട്ടയടിച്ച് ഇവിടെ ടോം ഹോളണ്ടിന് ആ ഒരു സ്ട്രെസ് വരുന്ന സമയത്ത് ആ ഒരു ഓർഗാനിക് വെബ് ഇടാനുള്ള ഒരു കഴിവ് വരുന്ന രീതിയിലും കാണിച്ചിട്ടുണ്ട്. നോക്കാം ഏതൊരു രീതിക്കാണ് അതിൻ്റെ പോക്കെന്ന്. സ്വന്തം മേത്ത് നിന്ന് ഇങ്ങനെ വലയൊക്കെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരായാലും പേടിച്ച് പോകുന്നില്ല. ഓടിച്ചെന്ന് കയറി കൊടുക്കുന്നത്, ഇതിന്റെ കാരണം അറിയാനായിട്ട് കയറി കൊടുക്കുന്നത് വേറെ ആരുടെ അടുത്തില്ല, ബ്രൂസ് ബാനറുടെ അടുത്തോട്ട്. ഫൈനലി ബ്രൂസ് ബാനറിന് ആ ഒരു പ്രൊഫസർ കളിക്കുന്ന മാറി ഒരു ബ്രൂസ് ബാനറായിട്ട് തന്നെ കാണിച്ചു. ഞാൻ കൃതാർത്ഥനായി. അതിനുശേഷം ബ്രൂസ് ബാനറുടെ സഹായത്തോടു കൂടിയാണെന്ന് തോന്നുന്നു പീറ്റർ പാർക്കർ എന്തോ ഒരു ശസ്ത്രക്രിയക്കൊക്കെ വിധേയമാവുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ബോഡിക്കുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ പുള്ളിക്ക് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് സ്കാനിങ് പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ വെച്ച് തന്നെ ആയിരിക്കണം എന്തെങ്കിലും ഒരു എക്സ്പെരിമെന്റിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ട് നേരെ നമ്മുടെ ബ്രൂസ് ബാനർ സാവേജ് ഹൾക്കായിട്ട് മാറുന്നത്. സാവേജ് ഹൾക്ക് ഈ പടത്തിൽ എന്തായാലും ഉണ്ടാവും. ഈ ഒരു സീക്വൻസ് ആദ്യം കാണുമ്പോൾ സ്പൈഡർമാൻ വല വിട്ടിട്ട് ബാക്കിലോട്ടാഞ്ഞ് മുമ്പോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പോകുന്ന പോലെ തോന്നുമെങ്കിലും പക്ഷേ അതല്ല, ആരോ പിടിച്ച് വലിച്ചെറിയുന്ന പോലെയാണ് ആ ഒരു സീക്വൻസ് എന്ന് കൃത്യമായിട്ട് ഒന്നുകൂടെ നോക്കി ഞാൻ മനസ്സിലാവും. അത് മിക്കവാറും ഹൾക്കായിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇതുകൂട്ട് ചിന്നിത്തെറിച്ച് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഹൾക്ക് എറിഞ്ഞ് ആവാനേ വഴിയുള്ളൂ. സോ ഹൾക്ക് വേഴ്സസ് സ്പൈഡർമാൻ എന്നുള്ള ആ ഒരു ഫൈറ്റ് ഇതിൽ കാണാം. എന്നാൽ ഒരു ഫൈറ്റ് അധിക നേരമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പെട്ടെന്ന് തന്നെ ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യുന്ന പോലെയല്ല, ജസ്റ്റ് ഒന്ന് ഡിഫെൻഡ് ചെയ്യുന്ന പോലെ സ്പൈഡർമാൻ എന്തെങ്കിലും രീതിക്ക് ചെയ്യുമായിരിക്കും. ഫ്രാങ്ക് കാസ്റ്റിലിനെ കാണിക്കുന്നുണ്ട്. ഫ്രാങ്ക് കാസ്റ്റിൽ സ്പൈഡർമാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു 2 സെക്കൻഡ് സീക്വൻസ് ആണ് കണ്ട് കാണിച്ചിട്ടുള്ളൂ. സോ ആ ഒരു സീക്വൻസിൽ തന്നെ എജ്ജാതി വൈബാണ്. അങ്ങനെ ഈ ഒരു 2 ക്യാരക്ടേഴ്സിനെ ത്രൂട്ട് പടത്തിൽ കിട്ടുമ്പോൾ എജ്ജാതി പൊളിയായിരിക്കും എന്നുള്ളത് ചിന്തിക്കാൻ തന്നെ വയ്യ. പണിഷറിന്റെ കേസിലോട്ട് വരുവാണെങ്കിൽ ഒരു 18+ സീരീസും സിനിമയൊക്കെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ബട്ട് സ്പൈഡർമാന്റെ കേസിലോട്ട് വരുമ്പോൾ ഒരു കുടുംബങ്ങൾ കൊണ്ടാടും സൂപ്പർ ഹീറോ എന്നുള്ള രീതിക്കുള്ള ഒരു ക്യാരക്ടറാണ്. സോ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ ആ ഒരു വ്യതിയാനം തന്നെ ഇതിൽ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. വ്യതിയാനം എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിക്കരുത്, പെട്ടെന്ന് വായ വന്നൊരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. ഐ മീൻ ഡിഫറൻസ്. ആ ഒരു 2 ക്യാരക്ടേഴ്സ് നമ്മളുടെ ഡിഫറൻസ് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. ഇതിൽ തന്നെ ആ ഒരു ഫ്രാങ്ക് കാസ്റ്റിലെ ക്യാരക്ടർ തെറി പറയാൻ പോകുമ്പോൾ ഇതൊരു ഫാമിലിയൊക്കെ കാണുന്ന ഒരു പടമാണെന്നുള്ള രീതി എനിക്ക് കറക്റ്റ് തെറി പറയുന്നതിന് മുമ്പായിട്ട് വായിലോട്ട് വലവിട്ട് പോകുന്ന സ്പൈഡർമാനെയും കാണാം. ആൻഡ് ഈ ഒരു ടാങ്കർ സീക്വൻസ് ആണ് ഓൾറെഡി ഒരു ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ ആയിട്ട് പുറത്ത് വിട്ടിട്ടുള്ള ആ ഒരു സീക്വൻസ്. ആൻഡ് ഈ ഒരു സീക്വൻസിലുള്ള സ്വിങ്ങിങ്ങുകളാണ് കൂടുതലും പ്രാക്ടിക്കൽ എഫക്ട്സിൽ എടുത്തിട്ടുള്ളത്. ആൻഡ് അത് കാണാനുണ്ട് കേട്ടോ. ആ ഒരു സ്വിങ്ങിങ്ങിൽ ആ ഒരു പ്രാക്ടിക്കൽ എഫക്ട്സ് പുള്ളോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം എവിഡൻ്റ് ആയിട്ട് കാണാനുണ്ട്. MJയും സ്പൈഡർമാനും കൂടി മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് പോകുന്നുണ്ട്. ഇവിടെ ഒരിക്കലും പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നുള്ളൊരു കാര്യം MJ അറിയാനായിട്ട് പോകുന്നില്ല. പടത്തിന്റെ എൻഡിങ്ങിലും അങ്ങനെ തന്നെ അവസാനിപ്പിക്കാനാണ് സാധ്യതകൾ. കാരണം അങ്ങനെ വരുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. ആൻഡ് സ്പൈഡേഴ്സിന്റെ പ്രധാനമായിട്ടുള്ള ലൈഫ് സൈക്കിളിനെ പറ്റിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ആരോ പറയുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. സ്പൈഡേഴ്സ് പ്രധാനമായിട്ട് 3 തരത്തിലുള്ള ലൈഫ് സൈക്കിളിലൂടെയാണ് കടന്നു പോകുന്നത്. ആൻഡ് ഈ ഒരു ടൈമിൽ അവർ ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആവുമെന്നും പറയുന്നുണ്ട്. ആൻഡ് ഈ ഒരു 3 ലൈഫ് സൈക്കിളിനെയും കൃത്യമായിട്ട് സർവൈവ് ചെയ്ത് കടന്നു വരുന്നവരാണ് പുനർജന്മത്തിന് അവകാശികളാവുന്നത് എന്നുള്ളൊരു രീതിക്കാണ് ആ ഒരു ഡയലോഗ് പോകുന്നത്. സോ സ്പൈഡർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ഈ ഒരു പടത്തിൽ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം ഈ ഒരു ഡയലോഗിൽ നിന്ന് കൃത്യമായിട്ട് കൺവേ ആവുന്നുണ്ട്. ആ ഒരു ഡയലോഗ് പറഞ്ഞു തീരുന്നതിന്റെ അടുത്ത സെക്കൻഡിൽ തന്നെ ആ ഒരു നിഞ്ച ഗ്രൂപ്പിന്റെ സ്വോർഡ് പൊട്ടിച്ച് നേരെ കലിപ്പി നോക്കുന്ന ടോം ഹോളണ്ടിന്റെ ആ ഒരു സീക്വൻസ് ആണ് ലിറ്ററലി ഗൂസ്ബംപ് ആയിരുന്ന ഒരു സീക്വൻസ്. ഈ ഒരു ടീം എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മൾ ആ ഒരു ഡെയർ ഡബിളിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഹാൻഡിന്റെ ടീം ഉണ്ടല്ലോ. സോ അവരായിട്ടാണ് സ്പൈഡർമാൻ കോർക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ ഒരു ഫൈറ്റ് സീക്വൻസ് മൊത്തത്തിൽ കൊറിയോഗ്രഫി ചെയ്തിരിക്കുന്നത് ജാക്കി ചാന്റെ നേതൃത്വത്തിലുള്ള സ്റ്റൺ കൊറിയോഗ്രഫി ടീമാണെന്നാണ് കേട്ടിട്ടുള്ളത്. ചുമ്മാ തീ ആയിരിക്കും ആ ഒരു ഫൈറ്റിംഗ് സീക്വൻസ്. ജാക്കി ചാൻ സ്പൈഡർമാൻ കൊളാബ് എന്ന് പറഞ്ഞിട്ടുള്ളത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു പരിപാടിയാണ്. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് തോന്നുന്നു പടത്തിൽ കാണാനായിട്ട്. അതിനുശേഷം സ്കോർപ്പിയൻ ആയിട്ട് ബൂമറാങ് ആയിട്ടുള്ള കുറച്ച് ഫൈറ്റ് സീക്വൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. സ്കോർപ്പിയൻ ആയിട്ട് മെയിൻ ഒരു വില്ലൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ബൂമറാങ്ങിനെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മോണ്ടാറ്റ് സീക്വൻസിൽ ഉൾപ്പെടുത്തുന്ന ഒരു ടിപ്പിക്കൽ വന്നു പോകുന്ന വില്ലന്മാരായിട്ടായിരിക്കും കാണിക്കുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് ചെറി ഓൺ ദ ടോപ്പ് എന്ന് പറയുന്ന കൂട്ട് ആ ഒരു ഹൗസ് വാമിംഗ് പാർട്ടിയാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് MJ നമ്മുടെ പീറ്റർ പാർക്കറിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുവാണ്, നീയാണല്ലേ അപ്പം എൻ്റെ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ്. എന്താ പറയുക, ഒരു വോൾസം എഫക്റ്റ് ആയിരുന്നു ആ ഒരു ഡയലോഗ് കൂടെ ചേർന്നപ്പോൾ. അപ്പോൾ ട്രെയിലറിൽ കാണിച്ചിട്ടുള്ളതും അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ട്രെയിലർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇതൊക്കെയാണ്. അപ്പോൾ പ്രൊമോഷൻ ഒഫീഷ്യലായിട്ട് തുടക്കം ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും സോണി വെറുതെ ഇരിക്കത്തില്ല. പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് അറഞ്ചം എടുത്തങ്ങ് തള്ളുമായിരിക്കും സ്പൈഡർമാൻ റിലേറ്റഡ് സബ്ജക്ട്സ് എല്ലാം. പ്രൊമോഷൻ ഓക്കെ, ബട്ട് ഒക്കെ ഒരു മയത്തിലായ നല്ലത്. ഇപ്പോൾ ഈ ഒരു ട്രെയിലറിന്റെ കേസിൽ തന്നെ ഞാൻ പേഴ്സണലി നേരത്തെ പറഞ്ഞ ഒരു കാര്യം, അതായത് ഓൾറെഡി
ഓൾറെഡി ഇറങ്ങുമ്പോൾ കാണുന്നതല്ല എൻ്റെ ഒരു ഭംഗി. അതിന് മുമ്പേ നിങ്ങൾ ഈ ഒരു വിഷ്വൽസ് ഒക്കെ ഇങ്ങനെ പുറത്തു വിടുന്നതിൻ്റെ ഉള്ള ആ ഒരു ഔചിത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സ്പൈഡർമാൻ ഫാൻ എന്ന എനിക്ക് 2 വാക്ക് പറഞ്ഞത് മാത്രം, ബാക്കിയെല്ലാം നിങ്ങളുടെ കാര്യം. സോ ദാറ്റ്സ് ഇറ്റ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. സോ ട്രെയിലർ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യങ്ങളും പടത്തിന് മേലുള്ള ഹൈപ്പ് ട്രെയിലർ വഴി എത്രമാത്രം കൂട്ടാൻ സാധിച്ചു എന്നുള്ളൊരു കാര്യങ്ങളും സോണിയുടെ ഇത്തരം പുതുപുത്തൻ സ്ട്രാറ്റജികളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കൂടെ ഒന്ന് പറഞ്ഞു തന്നേശായിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.